ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിൽ 14-ാം ദശകത്തിൽ കപിലാവതാരം പാരായണം തുടരുന്നു. ശ്ലോകങ്ങൾ 7, 8, 9, 10. ശ്ലോകം 7. സ പുനസ്ത്വത് ഉപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപദേഷു ദേവഹൂത്യാം. സ പുനസ്ത്വത് ഉപാസന പ്രഭാവാത് ദയിതാ കാമകൃതേ കൃതേ വിമാനേ വനിതാകുലസങ്കുലോ നവാത്മാ വ്യഹരദ്ദേവപദേഷു ദേവഹൂത്യാം. കർദമൻ പിന്നീട് അങ്ങയെ ഉപാസിച്ചു നേടിയ പ്രഭാവത്താൽ പ്രിയതമയുടെ ഇഷ്ടപ്രകാരം നിർമ്മിച്ച വിമാനത്തിൽ 9 ആകൃതി കൈക്കൊണ്ട് അനേക ദിവ്യനാരീ പരിവൃതനായി ദേവഹൂതിയോടൊപ്പം ദേവഭൂമികയിൽ വിഹരിച്ചു. ഇവിടെ നവാത്മാ എന്നതിന് പുതിയ ഭാവത്തിലുള്ള ആത്മാവോടുകൂടിയ എന്നർത്ഥമെടുക്കാം. അതായത് കർദമന് ഇതുവരെ ഉപാസനാരതനായിരുന്നതിനാൽ അലൗകിക ഭാവമായിരുന്നു. വിവാഹാനന്തരം ലൗകിക കർമ്മത്തിൽ പ്രേരിതനാകയാൽ ആത്മഭാവം പുതിയതായി കാമക്കേളികളിൽ ആസക്തനായി ക്രീഡിച്ചു കഴിയുന്നു. പിന്നെ 9 രൂപം കൈക്കൊണ്ട് എന്നാണെങ്കിൽ അക്കാലത്ത് 9 പുത്രീ രൂപത്തിൽ ജന്മം കൈക്കൊണ്ടു. അവരാണ് 9 പുത്രിമാർ. പിതാവിൻ്റെ തന്നെ ആത്മാവാണല്ലോ സന്താനങ്ങൾ. ശ്ലോകം 8. ശതവർഷം മദവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതോ അപി കാന്താഹിതകൃത് ത്വജ്ജനോത്സുകോ നിവാത്സീത്. ശതവർഷം മദവ്യതീത്യ സോയം നവകന്യാ സമവാപ്യ ധന്യരൂപാഃ വനയാന സമുദ്യതോ അഭികാന്താഹിതകൃത് ത്വജ്ജനോത്സുകോ ന്യവാത്സീത്. അതിനുശേഷം ആ കർദമൻ 100 വർഷം ക്രീഡാലോലുപനായി സുഖിച്ചു കഴിഞ്ഞ ശേഷം സുന്ദരികളായ 9 കന്യകളെ ലഭിച്ചിട്ട് തപസ്സിനായി കാട്ടിലേക്ക് പോകാൻ ഉദ്യമിച്ചപ്പോൾ പ്രിയതമയുടെ ഗീതാനുസരണം ഗുരുവായൂരപ്പ അങ്ങയുടെ ജനനത്തിൽ ഉത്സുകനായിക്കൊണ്ട് കുറച്ചു കാലം കൂടി ഗൃഹത്തിൽ താമസിച്ചു. കർദമൻ ദേവഹൂതിയുമായി സ്വൈരസല്ലാപത്തിൽ കഴിയുകയും ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുകയും ചെയ്തു വന്നു. 9 പുത്രിമാരെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് വാനപ്രസ്ഥത്തിന് പോകാൻ തുരുമ്പെട്ടു. അപ്പോൾ ദേവഹൂതിയുടെ ആഗ്രഹമനുസരിച്ച് ഒരു പുത്രനുണ്ടാകുന്നത് വരെ ഗൃഹസ്ഥാശ്രമം തുടരാമെന്ന് വച്ച് ഗൃഹത്തിൽ അല്പകാലം കൂടി താമസിച്ചു. കർദമന് ഭഗവത് ദർശനം ലഭിച്ച അവസരത്തിൽ ഭഗവതംശമായി ഒരു പുത്രനുണ്ടാകുമെന്ന് അനുഗ്രഹിച്ചിരുന്നല്ലോ. അതും ഓർത്ത് പുത്രജന്മത്തിനു കാത്തിരുന്നതാവാം. എന്തെന്നാൽ പുത്രനുണ്ടായാൽ മാത്രമേ പിതൃകടം വീട്ടാനാകൂ. എന്തെന്നാൽ പുത്രനുണ്ടായാൽ മാത്രമേ
പിതൃകടം വീട്ടാനാകൂ. ശ്ലോകം 9. നിജഭർതൃഗിരാഭവൻ നിഷേവാ നിരതായാം അധ ദേവദേവഹൂത്യാം കപിലസ്തം അജായതാ ജനാനാം പ്രദയക്ഷ്യൻ പരമാത്മതത്വവിദ്യാം. നിജഭർതൃഗിരാഭവൻ നിഷേവ്യാ നിരതായാം അധ ദേവദേവഹൂത്യാം കപിലസ്ത്വം അജായതാ ജനാനാം പ്രദയക്ഷ്യൻ പരമാത്മാ തത്വവിദ്യാം. ഹേ ദേവനായ അല്ലയോ ഗുരുവായൂരപ്പ, തൻ്റെ കണവൻ്റെ വാക്കിനാൽ നിന്തിരുവടിയുടെ സേവയിൽ നിരതയായ ദേവഹൂതിയിൽ ജനങ്ങൾക്ക് പരമാത്മവിദ്യയെ പ്രകാശിപ്പിക്കുന്നതിനായി കപിലനായി അവതരിച്ചു. ദേവഹൂതി എന്ന പദത്തിനർത്ഥം ദേവനെ വിളിക്കുന്നവൻ എന്നാണ്. തൻ്റെ മകനായി ജനിക്കണേ എന്ന് നിരന്തരം ഭഗവാനെ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്ന ദേവഹൂതിയിൽ ഭഗവാൻ കപിലനായി അവതരിക്കുകയാണുണ്ടായത്. ഈ അവതാരം ജനങ്ങൾക്ക് പരമാത്മ തത്വവിദ്യയെ പ്രകാശിപ്പിക്കുന്നു. ശ്ലോകം 10. വനയേയുഷി കർദമേ പ്രസന്നേ മദസർവസ്വം മുപാദിശൻ ജനന്യൈ കപിലാത്മകാ വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഗാത്. വനയേയുഷേ കർദമേ പ്രസന്നേ മദസർവസ്വം മുപാദിശൻ ജനന്യൈ കപിലാത്മകാ വായുമന്ദിരേശ ത്വരിതം ത്വം പരിപാഹി മാം ഗതൗഗാത്. ഹേ കർദമൻ്റെ പുത്രനായി കപിൽ ആത്മാവായി അവതരിച്ച ഗുരുവായൂരപ്പ, പുത്രലബ്ധിയിൽ സന്തുഷ്ടനായ കർദമൻ ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് വനത്തിലേക്ക് പോയപ്പോൾ ദുഃഖിതയായ അമ്മ ദേവഹൂതിക്ക് ദുഃഖശമനത്തിനും സൽഗതി കിട്ടുന്നതിനുമായി തത്വജ്ഞാനം ഉപദേശിച്ചു കൊടുത്ത നിന്തിരുവടി എന്നെ രോഗവിമുക്തനാക്കണമെന്ന് കവി പ്രാർത്ഥിക്കുന്നു. ഭാവിയിൽ കപിലൻ സംഖ്യാശാസ്ത്രം രചിച്ച് സംഖ്യ ആചാര്യനായി അറിയപ്പെട്ടു. ആ ശാസ്ത്രം സർവമത തത്വസംഹിതയാണ്. അത് സർവമതങ്ങൾക്കും അവലംബമായി സ്വീകരിച്ചിരിക്കുന്നു. ഭാഗവതത്തിൽ കപിലോപദേശം വളരെ പ്രസക്തമാണ്. ഈ ഉപദേശത്തിൽ കൂടി കപിലമുനി ഒരു മനുഷ്യൻ ജീവിതത്തിൽ എപ്രകാരം മുക്തിക്ക് അർഹത നേടാനാകും എന്നറിയിക്കുന്നു. ഭാരതത്തിൻ്റെ ഗീതോപദേശം പോലെ തന്നെ അത്രയും ജ്ഞാനാർത്ഥകമാണ് കപിലൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ജ്ഞാനോപദേശം. ഈ ദശകത്തിൽ കപിലാവതാരവും കർദമൻ്റെ ഗൃഹസ്ഥാശ്രമ ജീവിതവും, ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം വനത്തിലേക്ക് തപസ്സിനായി പോകുന്നതും, അതിനുശേഷം അമ്മയായ ദേവഹൂതി കപിലാശ്രമത്തിൽ സംസാരമോചനത്തിന് താൻ എന്തു ചെയ്യണമെന്ന് പുത്രനായ കപിലനോടും ചോദിച്ചതിനുത്തരമായി അമ്മയ്ക്ക് ജ്ഞാനോപദേശം ചെയ്യുന്നതുമാണ്. അടുത്ത ദശകത്തിൽ കപിലോപദേശം വിവരിക്കുന്നു. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ അടുത്ത ഭാഗം ദശകം 15, അതിപ്രസിദ്ധമായ കപിലോപദേശം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമന്നാരായണീയത്തിൽ അടുത്ത ഭാഗം ദശകം 15 കപിലോപദേശം തുടരും നാളെ. നമസ്തേ.